മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് സഹായിക്കുന്നതാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിൽ പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ. കർത്താവേ, നിന്റെ സാന്നിധ്യം നന്ദി. രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കൈ ഞങ്ങളെ തൊടണമേ. ആത്മാവിൽ ഞങ്ങളെ പുറപ്പെടുവിക്കണമേ. ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ശക്തീകരിക്കണം. പ്രാർത്ഥന കണ്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോട് സ്തോത്രം. യോഹന്നാൻ തടവിലായപ്പോൾ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിച്ചു, വരാനുള്ളവൻ നീ തന്നെയാണോ? ഞങ്ങൾ മറ്റൊരുവനായി കാത്തിരിക്കണമോ? ഞാൻ തന്നെയാണെന്ന് യേശു പറഞ്ഞില്ല, ഞാനല്ലെന്നും കർത്താവ് പറഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യോഹന്നാനെ ചെന്നറിയിപ്പീൻ. അവസാനം കർത്താവ് പറഞ്ഞു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, പലരും ഇടറി അന്യോന്യമേൽപ്പിക്കും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, ബുദ്ധിമാന്മാർ പലരും വീഴും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ആരാണ് യോഹന്നാൻ? മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ, യേശു കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ, ഒറ്റയ്ക്ക് നിന്നവൻ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന സിംഹതുല്യം ഗർജിച്ചവൻ, യേശു കർത്താവിനെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ, എൻ്റെ പിന്നാലെ വരുന്നവനേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ ആരെക്കുറിച്ച് പറഞ്ഞു? സ്വർഗം തുറക്കുന്നത് നേരിട്ട് കണ്ടവൻ, പരിശുദ്ധാത്മാപ്രാവുന്ന പോലെ ഇറങ്ങുന്നത് കണ്ടവൻ, യേശു കർത്താവിനെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം നേരിട്ട് കേട്ടവൻ, അവസാനം ഇടറിപ്പോയി. വൻപന്മാരിടറി, നമ്മൾ ഇടറാ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. എന്നോട് കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ഞാനിലേക്ക് വരാം. യോഹന്നാൻ ഇടറാൻ കാരണം എന്താണെന്ന് പറയാം. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ വന്നപ്പോൾ അനവധി അപമാനങ്ങൾ കർത്താവ് സഹിച്ചു, അനവധി ആക്ഷേപങ്ങൾ സഹിച്ചു. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് പാവികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. നമ്മുടെ കർത്താവ് സഹിച്ച അനവധി അപമാനങ്ങളിൽ അതിപ്രധാനമായ അപമാനം, കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന ചിത്രങ്ങളിൽ അല്പവസ്ത്രമുണ്ട്, ലിയാനോ ഡാവിഞ്ചി വരച്ചതാണ്. എന്നാൽ പടയാളികൾ അവനെ കയ്യേറ്റു എന്ന് വചനത്തിൽ വായിക്കുന്നു. യേശുവിനെ അടിക്കുവാനായി പടയാളികൾ കൊണ്ടുപോയപ്പോൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി, ആ സ്ഥലമൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്, ഒരു കൽത്തൂണോട് ചേർത്ത് കർത്താവിനെ കുനിച്ച് ബന്ധിച്ച് നിർത്തി. ആ അവസരത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. യേശു കർത്താവ് വിവസ്ത്രനാക്കപ്പെട്ടു. നൂല് വസ്ത്രമില്ലാതെ അവൻ നിൽക്കേണ്ടി വന്നു. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് വിവസ്ത്രനാക്കപ്പെടുക, വിവസ്ത്രയാക്കപ്പെടുക, അതിനേക്കാൾ വലിയ അപമാനമില്ല. യേശു നമുക്കായത് സഹിച്ചു. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യവർഗം നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനായി. ശുദ്ധ ബൈബിൾ എനിക്കൊപ്പം നിൽക്കുന്നു. കാണുന്നവർ, ബാക്കി പറ, മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. യേശു സഹിച്ച ഏറ്റവും വലിയ അപമാനമൊന്നായിരുന്നത് പരസ്യമായി വിവസ്ത്രനാക്കപ്പെട്ടു. 2, നമ്മുടെ കർത്താവ് സഹിച്ച മറ്റൊരു അപമാനം മറിയുടെ മകൻ എന്നുള്ള വിളിയാണ്. അവനെ അവർ വിളിച്ചത് മറിയുടെ മകൻ എന്നാണ്. മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അപ്പനാരെന്നറിയാത്തവനെന്നാണ്. യഹൂദന്മാർ അപ്പന്മാരുടെ പേരിൽ അഭിമാനം കൊണ്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം അപ്പന്മാരുടെ പേരിൽ അറിയപ്പെടുന്നവരാണ്. സ്തോത്രം. PG ശ്യാമുവേലും സ്തോത്രം KT വർഗീസും B മോനച്ചനും ഒക്കെ അപ്പന്മാരുടെ പേരില്ല. B മോനച്ചൻ എന്ന് പറഞ്ഞാൽ ബേബി മകൻ മോനച്ചൻ. എൻ്റെ അപ്പൻ്റെ പേര് ബേബി മോനച്ചൻ.
മറിയയുടെ മകനെന്നാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവൻ. 1-2 വർഷമല്ല, 30 വർഷം കർത്താവ് സഹിച്ചു. ആ വിളി കേട്ടോണ്ട് യേശു നടന്നു. 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനപ്പെടാൻ എൻ്റെ യേശു ഇറങ്ങി നിന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ ഇവൻ മറിയുടെ മകനല്ല, ഇവൻ യോസഫിൻ്റെ മകനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഓ റീബോ നഗോന ഹംതുനിയ. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവമക്കളെ, 30 വർഷം എൻ്റെ കർത്താവ് സഹിച്ചതിന് 30 സെക്കൻഡ് കൊണ്ട് സ്വർഗം മറുപടി നൽകിയെങ്കിൽ വാസപ്രാർത്ഥന വന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, 15 വർഷമായി നീ കരയുന്നതിന്, 10 വർഷമായി നീ കരയുന്നതിന്, 12 വർഷമായി നീ കരയുന്നതിന് 12 മിനിറ്റ് വേണ്ട, 12 സെക്കൻഡ് കൊണ്ട് മറുപടി തരാൻ കഴിവുള്ള കർത്താവ് ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് നീ ദീർഘനാളായി കരയുന്നതിന് പോരാ, ശക്തിയോടെ ഉഡാമ റൊഗുനിയ ഹംതുല റഗുനിയ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. ദീർഘനാളായി നിന്റെ കരച്ചിലിന്, ദീർഘനാളായി നിന്റെ കണ്ണുനീരിന് സെക്കൻഡുകൾ കൊണ്ട് മറുപടി തരാൻ എൻ്റെ കർത്താവ് ശക്തനത്രേ. ഓ സബാലാരാധിയ നമസ്. വിശ്വസിക്ക്, ഈ രാത്രി ദൈവത്തിന്റെ മഹത്വം കാണും. ദീർഘനാല കണ്ണുനീരിന് സെക്കൻഡുകൾ കൊണ്ട് മറുപടി തരാൻ നമ്മുടെ കർത്താവ് ശക്തനാ. 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ, 12 വർഷം ഏറിയൊന്ന് സഹിച്ചു. ഒരു ദിവസം അവൾ കേട്ട് യേശു വഴിയായി പോകുന്നു. അവൾ തീരുമാനിച്ച് ഞാൻ യേശുവിനെ തൊടും. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗം കേൾക്കാനല്ല, യേശുവിനെ തൊടാനെത്തവർ വന്നിട്ടുണ്ട്. മോശയികനായ പ്രമാണപ്രകാരം പുറത്തിറങ്ങാൻ കഴിയാത്ത രക്തസാവക്കാരി കല്ലെറിഞ്ഞു കൊല്ലപ്പെടും അനുവാദമില്ലാതെ പുറത്തിറങ്ങിയ. പക്ഷെ അവൾ തീരുമാനിച്ചു, ചത്താലും ജീവിച്ചാലും യേശുവിനെ തൊടും ഞാൻ. അവൾ യേശുവിനെ തൊട്ടു. പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഇടിമിന്നൽ കണക്കവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരു അശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി തീർന്നു. യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ശക്തിയാ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൈയടിച്ചേ ശക്തിയോടെ സ്തോത്രം. ആരും മൗനമായിരിക്കരുത്, അങ്ങോട്ട് വീട് നോക്കരുത്. കുഞ്ഞെ, യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ. ഹല്ലേലൂയ. ആമാമ റഗുനിയ അംദുന റഗതുനു ഹസുനിയ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അവൾ വിറച്ചുകൊണ്ട് നിന്നെന്ന. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗം പറയാം. അവൾ വിറയ്ക്കാൻ കാര്യം എന്താ ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. ശക്തി എന്നതിന് ഡുനാമിസ്, ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊട്ടപ്പം അവളിലേക്ക് വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഡൈനാമിറ്റിനെ കവിയുന്ന ശക്തി, പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി. ആത്മശക്തി അവളിൽ വ്യാപരിച്ചപ്പോൾ അവിടെ മൺകൂടാരത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, നമ്മൾ വിറയ്ക്കാൻ കാര്യം മനസ്സിലായോ? നമ്മൾ തുള്ളാൻ കാര്യം മനസ്സിലായോ? നമ്മൾ ചാടാൻ കാര്യം മനസ്സിലായോ? ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ഇത് മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മൺകൂടാരത്തിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഓ ഉഡാമ റഫാന സതന. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട് ശക്തിയോട്. പന്ത്രണ്ട് വർഷത്തെ രക്തസ്രാവക്കാരിയെ കർത്താവ് സൗഖ്യമാക്കാൻ 12 മിനിറ്റ് എടുത്തില്ല, 12 സെക്കൻഡ് എടുത്തില്ല. 18 വർഷം കൂനിയായ സഹോദരി, 18 വർഷം കൂനിയായിരുന്നു. വൈദ്യശാസ്ത്രം നോക്കിയാൽ പറയും കൂന, നട്ടല് കൂനിയതാ. പക്ഷേ യേശു എന്നാ പറഞ്ഞെന്നറിയാമോ? നിന്റെ സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇവിടാണ് വിവേചനം. രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗം മരുന്നുകൊണ്ട് മാറും, രോഗബന്ധനം ദൈവശക്തിയിലെ അഴിയുകയുള്ളൂ. ശക്തിയോടെ ആരാധിച്ചോ. ഇന്ന് രാത്രിയിൽ രോഗബന്ധനം അഴിയണം. രോഗബന്ധനം ശക്തിയോടെ. രോഗം മാറാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും, രോഗബന്ധനം അഴിക്കാൻ ദൈവശക്തിക്ക് കഴിയൂ. ഹല്ലേലൂയ. 18 വർഷത്തെ കൂനിയെ
കർത്താവ് സൗഖ്യമാക്കാൻ 18 ദിവസം എടുത്തോ? 18 മിനിറ്റ് എടുത്തോ? 18 സെക്കൻഡ് എടുത്തോ? ഇതാണ് ദൈവപ്രവൃത്തി. വിശ്വസിച്ച് ഏറ്റെടുക്കൂ. നീ ദീർഘകാലത്തെ കണ്ണുനീരിന് സെക്കൻഡുകൾ കൊണ്ട് ദൈവം മറുപടി നൽകും. എന്നൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. 20 വർഷം യാക്കോബിനെ ലാബാൻ കളിപ്പിച്ചു. നമ്മുടെ സ്റ്റേറ്റ് കൺവെൻഷന് തിരുവല്ലയിൽ ഞാൻ പ്രസംഗിച്ചു. ആദ്യത്തെ രാത്രി ഞാനായിരുന്നു പ്രസംഗം കേട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതൂത് ഇടയ്ക്ക് കയറ്റി വന്നു. അന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. 20 വർഷം യാക്കോബിനെ ലാബാൻ കളിപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന 10 വർഷം അവൻ്റെ പ്രതിഫലം മാറ്റി. ലാബാൻ വിചാരിച്ച് ഇവനൊരു പൊട്ടനാ, ഇവനെ കളിപ്പിക്കാൻ കൊള്ളാം, പറ്റിക്കാൻ പറ്റിയൊരു സാധനമായത്. പക്ഷെ ഒരു ദിവസം തമ്പുരാൻ പറഞ്ഞു, മോനെ ഇവിടെ കിടന്നത് മതി, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഭാര്യമാരെയും പിള്ളേരെയും പിടിച്ച് യാക്കോബ് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാബാൻ അറിവ് കിട്ടി, യാക്കോബ് പോയി. ലാബാൻ സകല സജ്ജീകരണങ്ങളോടുകൂടെ ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറകെ വന്നു. ആ രാത്രിയിൽ യാക്കോബിൻ്റെ ഭയമായവൻ ലാബാൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നു. തമ്പുരാൻ പറഞ്ഞു, നീ അവനെ തൊട്ടുപോകരുത്. അവൻ ലാബാം എന്ന് പറഞ്ഞൊരു പദമുണ്ട്. നിന്നോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, പക്ഷെ നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന് നിൻ്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയാറുണ്ട്. എൻ്റെ ഓരോ രോമവും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. 20 വർഷം ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ ലാബാൻ്റെ വീട്ടിൽ അടിമപ്പണി ചെയ്ത ഈ ഹല്ലേലൂയ യാക്കോബിന് വേണ്ടി ദൈവം ഇടപെട്ടു, ദൈവം സംസാരിച്ചു. അപ്പോൾ ലാബാൻ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ കിടന്ന എബ്രായൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അവൻ്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെ അല്ല. അവൻ്റെ ദൈവം ഇറങ്ങി വരുന്നവനാ, അവൻ്റെ ദൈവം സംസാരിക്കുന്നവനാ, അവൻ്റെ ദൈവം ഇടപെടുന്നവനാ. ഈ രാത്രി ഹാളിൽ വന്ന ചുരുക്കം പേരായ ദൈവമക്കളോട് പറയാ, നീ പലപ്പോഴും ഒരു പൊട്ടനെ പോലെ പലത് സഹിക്കുന്നുണ്ടായിരിക്കാം, ഒരു മന്ദബുദ്ധിയെ പോലെ ചില സഹിക്കുന്നുണ്ടായിരിക്കാം. നിന്നെക്കുറിച്ച് ചിലരുടെ ചിന്ത, നീ ഒരു പൊട്ടനാണ്, കളിപ്പിക്കാൻ കൊള്ളാവുന്നവനാണെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നീ ആരെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. കരമടിച്ച് ആത്മാവിൽ കുതിച്ചുകൊണ്ട് പറ, ഞാൻ ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കും ദൈവവൈതലേ, ആരാധിക്കും ദൈവവൈതലേ, ഒരു പൊട്ടനെ പോലെ പലത് സഹിക്കുന്ന ദൈവവൈതലേ, നീ കർത്താവിന് വേണ്ടിയാണോ സഹിക്കുന്നത്? നീ ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. എല്ലാവരും ആരാധിച്ചാണ് ശക്തിയോടെ. വർഷങ്ങളുടെ പഴക്കമൊന്നും ദൈവത്തിന് പ്രശ്നമൊന്നുമല്ല. ഒരു പക്ഷേ ഈ ലൈവായി ദൂരെ ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, ദീർഘനാളായി നീ കരയുന്നതിന് സെക്കൻഡുകൾ കൊണ്ട് മറുപടി തരാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ കട്ടിങ് പോകുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട് പലരും, ഒത്തിരി ഹൈന്ദവർ, മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ. ഈ അടുത്ത ഒരു ഹൈന്ദവ സഹോദരി വിളിച്ചു. അവർക്ക് ഏജുകാരൊന്നും അറിയത്തില്ല. അവരേതാണ്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ തട്ടി വിട്ടപ്പോൾ ഒരു വാചകം കേട്ടു, അതവരെ അങ്ങ് ബലപ്പെടുത്തി. യേശു ജീവിക്കുന്നു. അങ്ങനെ എവിടുന്നൊക്കെ ഒരു വാചകം മതി. ദൈവത്തിന് സംസാരിപ്പാൻ ഒരു വാചകത്തിലൂടെയും കഴിയും, 100 വാതിലൂടെയും കഴിയും. കർത്താവിന് സംസാരിപ്പാൻ കഴുതയിലൂടെയും കഴിയും, കരിങ്കൽ ഭിത്തിയിലൂടെയും കഴിയും. സ്തോത്രം. ആർക്കൗണ്ടോ ഇതൂത് വേണം. ഈ നാളുകളായി കരയുന്നതിനൊക്കെ സെക്കൻഡ് കൊണ്ട് ദൈവം അസാധ്യമെന്നൊക്കെ വൈദ്യശാസ്ത്രം പറഞ്ഞാലും ശാസ്ത്യമാക്കുന്നൊരു ദൈവം നമ്മുടെ ദൈവമാണ്. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞു. നമ്മുടെ സമയം വളരെ പോകുന്നല്ലോ. യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവനായിരുന്നു, ഒറ്റയ്ക്ക് നിന്നവനായിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്ധികളെ വിളിച്ചവനാ. കർത്താവിൻ്റെ ശബ്ദം കേട്ടവനാ, ദൈവശബ്ദം കേട്ടവനാ, സ്വർഗം തുറക്കുന്ന കണ്ടതാ. അവൻ ഇടറിപ്പോയി. ആളെ വിട്ട് ചോദിക്കുക, നീ തന്നെ ആണോ വരാനുള്ളവൻ?
നമ്മുടെ ഈ കാലഘട്ടത്തിനുള്ള ദൂത് കർത്താവ് തന്നതാണ്. ഇടറുക, പലരും ഇടറുക. എന്താണ് യോഹന്നാൻ ഇടറുവാൻ കാരണം? യോഹന്നാൻ തടവിലായപ്പോൾ യോഹന്നാൻ ചിന്തിച്ചത് ഒരു അത്ഭുതം നടക്കും. കാരാഗ്രഹങ്ങളെ തകർത്ത് യോഹന്നാനെ യേശു വെളിയിൽ കൊണ്ടുവരുമെന്നാണ്. എന്നാൽ അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്തല്ല നടന്നത്. ഈ ദൂത് നിങ്ങളുടെ ഉള്ളിൽ കയറണം കേട്ടോ. പല പ്രസംഗവും നിങ്ങൾ കേൾക്കാറുണ്ട്, അതല്ലിത്. സ്തോത്രം. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തായിരിക്കത്തില്ല ചിലപ്പോൾ ദൈവപ്രവൃത്തി. അവൻ പ്രതീക്ഷിച്ചതൊരു വിടുതലാ, പക്ഷെ ദൈവം തമ്പുരാൻ്റെ പദ്ധതി അതല്ലായിരുന്നു. യോഹന്നാൻ രക്തസാക്ഷിയാകണമെന്നുള്ളതായിരുന്നു. യോഹന്നാൻ്റെ തലതാലത്തിലെടുത്തെന്ന് വീട്ടിൽ പോയി വായിച്ചാൽ മതി. കർത്താവിൻ്റെ അരികിൽ വന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു അനുശോചനം പോലും പറഞ്ഞില്ല. മോൻസി പാസ്റ്റർ പറഞ്ഞോ? കർത്താവ് എഴുന്നേറ്റ് പോയി, ഒന്നും മിണ്ടാതെ. അടുത്ത പദം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീല വിട്ട് മടങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് കുവൈറ്റിലായിരുന്നു. അവിടുന്ന് വന്നിറങ്ങി അടുത്ത ഫ്ലൈറ്റിന് ബാംഗ്ലൂർ പോയി. ഞാൻ അവിടെ വെച്ച് പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു യോഹന്നാൻ്റെ തലയെടുത്തത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ശബ്ദം ഇവിടെ നിലയ്ക്ക് വന്ന് ചിന്തിക്കേണ്ട. ഒരു യോഹന്നാൻ പോയാൽ യേശു എഴുന്നേൽക്കും. യേശുവിനെ ക്രൂശിച്ചപ്പോൾ ലോകം വിചാരിച്ചത് ശബ്ദം നിലച്ചെന്നാ. പത്രോസ് 11 പേരോട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാം, ഒരഭിഷക്തൻ്റെ തലയെടുത്തത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ശബ്ദം ഇവിടെ നിലയ്ക്കില്ല. ഒരു ഭീമോനച്ചൻ പോയാൽ 1000 എണ്ണത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. കൈ അടിച്ചോ, ശക്തിയോട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. യെസ്, ഒരുവൻ പോയാൽ 1000 പേരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഒരുത്തൻ്റെ തലയെടുത്തത് കൊണ്ട്, ഒരു അഭിഷക്തനെ കൊന്നതുകൊണ്ട് സുവിശേഷം ഇവിടെ നിൽക്കില്ല. യോഹന്നാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യം നടന്നത്. ദൈവമക്കളെ, ഈ രാവിലെയും ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂസ് ആയി പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടന്നാൽ ദൈവം നല്ലവനെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. പാടാനും കൈയടിക്കാനും സ്തോത്രം പറയാനും കഴിയും. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും ചോദിക്കുന്ന പലതും കിട്ടാതെ വരുമ്പോഴും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ് ഭക്തൻ. എത്ര പേരുടെ കൈ ഉയരും ഇന്ന് രാത്രി? സ്തോത്രം, സ്തോത്രം. ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ വെച്ച് തകർക്കാനാ. അതുകൊണ്ട് ആ സിംഹവും കരടി അവൻ്റെ നേരെ വന്നത്. പക്ഷെ ദാവീദ് തകർന്നില്ല. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, ദൈവന്യായവിധി എന്ന പുസ്തകത്തിൽ, അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും. കേട്ടില്ലേ? അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും. ഈ ദാവീദ് കാട്ടിൽ പോയത് അത്ര നന്നായി. അല്ല, ദൈവദാസന്മാരായ ഞങ്ങളുടെ കാര്യം കഷ്ടമല്ലായിരുന്നു അല്ലേ? എല്ലാ ഞായറാഴ്ചയും അല്ലേ പാസ്റ്റർ, ട്രഷറി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ കലവറയെന്ന് എടുത്തങ്ങ് വിളമ്പുമല്ലയോ, അല്ലയോ പാസ്റ്ററേ? അന്നൊരു ദാവീദ് കാട്ടിൽ പോയത് നമുക്ക് രക്ഷയായി. കാട്ടിൽ പോകുന്നവന് പാട്ടുണ്ട്. കാട്ടിൽ പോകുന്നവനേ പാട്ടുള്ളൂ. ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. ശൗല് നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ കാട്ടിൽ നിന്ന് രാജാവാകുന്നവർ കുറയുകയും നാട്ടുരാജാക്കന്മാർ കൂടുകയും ചെയ്യുന്നു. കാട്ടിൽ നിന്ന് രാജാവായവനെയും നാട്ടിൽ നിന്ന് രാജാവിനെ കണ്ടാൽ അറിയാം, അവൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം. ദാവീദ് പറഞ്ഞവൻ, യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് യുദ്ധാഭ്യാസം കിട്ടിയത് സൗലിൻ്റെ സൈനിക കോളേജിൽ നിന്നല്ല, സ്വർഗത്തിലെ സൈനിക കോളേജിൽ നിന്നായിരുന്നു. കൈ ഉയർത്തിയാട്ടി സ്തോത്ര ശക്തിയോട് പറ. ദാവീദ് കാട്ടിപ്പോയപ്പോൾ സംസാരിക്കാൻ ആരുമില്ല, മിണ്ടാപ്രാണികൾ. ആടിനോട് എന്തോ പറയാനാ? ആരുമില്ല മിണ്ടാൻ. അതുകൊണ്ട് ആ വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിലിനെ പോലെ ഞാൻ ആകുന്നു എന്നൊക്കെ എഴുതി വെച്ചു.
ആരുമില്ല മിണ്ടാൻ. കുറച്ച് കഴിഞ്ഞപ്പം ദാവീദ് എന്തോ എന്നറിയാമോ? ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. വേറെ ആരുമില്ല, പിന്നെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. കുറേ കഴിയുമ്പം ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ദൈവം അവനിലൂടെ നമ്മോട് സംസാരിക്കാൻ തുടങ്ങി. ഈ രാത്രിയിൽ ഹോളിൽ വന്ന ദൈവവൈതലേ, നിന്റെ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ്. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെടുത്തൽ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിപ്പാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാനുള്ളത് എൻ്റെ ദൈവം നിന്നെ അറിയിക്കും. നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ കുടുംബത്തിനുള്ള ദൂത്, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ദൂത് ദൈവം നിന്നെ ഫലമേൽപ്പിക്കും. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് തീർന്നില്ല. ഇസ്രായേലിൽ ഒരു വേക്കൻസി വന്നപ്പോൾ, രാജസ്ഥാനത്തേക്കൊരു വേക്കൻസി വന്നപ്പോൾ ദാവീദിനെ ആരാ റെക്കമെൻഡ് ചെയ്ത്? ഉറക്കെ പറ. ദൈവം. ശൗലല്ല ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത്. ശമൂവേലിൻ്റെ പദ്ധതിയിൽ ദാവീദ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു വച്ചാ, പക്ഷെ തമ്പുരാൻ റെക്കമെൻഡ് ചെയ്തു. രാജാവാക്കാൻ കൊള്ളാകുന്ന ഒരുവൻ കാട്ടിക്കിടപ്പുണ്ട്. ഇന്ന് രാത്രി കരയുന്ന കുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, ചെറുപ്പക്കാരാ, നിന്നോട് പറയാം, നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, ഇടിവിൽ നിന്നാൽ, പ്രാർത്ഥിച്ചാൽ, ഭൂമിയിൽ ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നിയമിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ, സ്ഥാനത്തെത്തിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ശക്തിയോടെ കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, കൊള്ളാവുന്ന ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശക്തിയോടെ ആത്മാവിൽ കുതിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. നിനക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും തമ്പുരാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നിന്നെ അവൻ സ്ഥാനത്ത് കൊണ്ടുവരും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും തമ്പുരാൻ റെക്കമെൻഡ് ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. God's plan is always the best. Sometimes the process is painful and hard. But do not forget that when God is silent, He is doing something for you. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠകരവും ഉന്നതകരവുമായിരിക്കും. പക്ഷെ അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രോസസ്സിങ് പദ്ധതികൾ കഠിനകരമായിരിക്കും, വേദനാജനകമായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ചിലപ്പം ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നും. ദൈവം നിശബ്ദനായിരിക്കും. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. അതുകൊണ്ടാണ് പൗത്രോസ് പറഞ്ഞു, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നാം അവനെ കാണുമ്പം സ്നേഹിക്കാൻ കഴിയും, കാണാത്തപ്പം സ്നേഹിക്കാൻ കഴിയുമോ? ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദാവീദിനെ കാട്ടിവിട്ടത് ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കൊടുക്കാനാ. നമ്മളെത്രയോ പാട്ടുകൾ പാടുന്നു. ഇപ്പം നമ്മൾ മുമ്പേ പാടില്ല, എനിക്കെൻ്റെ യേശുവിനെ കണ്ട്. ഇത്ര കാലം മുമ്പ്, ഈ 2007-6 എൻ്റെ അമ്മ നിത്യത്തിലേക്ക് പോകുന്നു. എൻ്റെ അപ്പൻ എനിക്ക് 7 വയസ്സിലും മരിച്ചത് നിങ്ങൾക്കറിയാം. അന്ന് ഞാൻ അമേരിക്കയിലായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ യോഗിച്ചോടൊപ്പം പിസിനാക് കോൺഫറൻസിന് ഞാൻ പ്രസംഗികനായിരിക്കുമ്പോൾ എന്നോട് യാത്ര ചോദിക്കാതെ എൻ്റെ അമ്മ പോയി. ഞാനിവിടെ വന്നപ്പം ആ മനോഹര തീരമെന്നും പറഞ്ഞൊരു CD ഇറക്കി. അത് സത്യത്തിൽ ഈ പല പാട്ടുകളും അന്ന് വരെ അറിയാം പഴയ ആളുകൾക്ക്. അതിലൊരു പാട്ടായിരുന്നു, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. വ്യാകുലയായ വെളേ പ്രാവേ വാഘായാണിവിടെ, ഇങ്ങനെ കുറേ പാട്ടുകൾ. കാണും ഞാനൻ മോക്ഷപുരേ താതൻചാരേ ശാലേംപുരേ, ഇങ്ങനെ കുറേ പഴയ പാട്ട് പുതിയ തലമുറയ്ക്ക് അറിയാൻ മേൽ.
അത് ഞാൻ ഇറക്കി എല്ലാ പാട്ടുകാർക്കും കൊടുത്തു, അതെല്ലാം പാടാൻ തുടങ്ങി. പക്ഷേ ഈയിടെ ഞാൻ നോക്കിയപ്പം നമ്മളന്ന് ഇറക്കിയ പാട്ട് 28 ലക്ഷം ആളുകൾ മക്കളെ വേറെ ആരുടെ അടിച്ചു മാറ്റിയിട്ടേക്കുക. പാട്ടല്ല അത് തന്നെ, അവർ കുറേ ഇതൊക്കെ ഇട്ട് 28 ലക്ഷം ആളുകൾ കണ്ടു. കാശ് അവർക്ക് ഇറക്കിയത് നമ്മളും. ഇപ്പം എന്നോട് ചില ചോദിക്കും പാസ്റ്റർക്ക് വല്ല ചാനലുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ചാനലും ഇല്ല, ഏക ചാനൽ ഞാനാ. അപ്പം നമ്മുടെ പ്രസംഗമെല്ലാം അടിച്ചു മാറ്റി അവരങ്ങ് ഇടുക. ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ നീ. അപ്പം ഞാൻ പറയാൻ വന്നതേ, നമ്മളൊരു കാലഘട്ടം, ഇവരോടൊക്കെ ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഓളം ഉണ്ടാക്കുന്ന പാട്ടുണ്ട് അല്ലേ, അതെല്ലാം നമ്മളങ്ങോട്ട് കൈയടിച്ച് പാടി സഭയിലങ്ങ് കുറേ ആഴ്ചകളെയൊക്കെ നിങ്ങളെന്താ അനങ്ങാതെ, അതായിരിക്കും പാട്ട്, ഒരു ആത്മാവിലാക്കുന്ന പാട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പാട്ടങ്ങ് നിൽക്കും. എന്നാൽ ഭക്തന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോറിയിട്ടിട്ട് പോയ പാട്ടുണ്ട്, അതിന്നും പുതിമ പോകുന്നില്ല. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ 2 അടികൾ നിങ്ങളെ ധൈര്യപ്പെടുത്തും. പോരാ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നിങ്ങൾ ഭാരപ്പെട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടുക്കളയിൽ നിന്നിങ്ങനെ കണ്ണുനീര് തുടച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പാട്ടിൻ്റെ അടി കർത്താവ് അങ്ങോട്ട് തരുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. കാറിലിങ്ങനെ വേദനപ്പെട്ട് ചങ്കിനകത്ത് വലിയൊരു ഭാരം വെച്ച് പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ അടിയുമായി പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്, മുഴുകി അങ്ങ് മാറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ ദാതൻ ചെയ്യുകയില്ല. ചെറുമ ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഈ പാട്ടിൻ്റെ മനോഹാരിത കുറയുന്നുണ്ടോ? ഉണ്ടോ? എന്താ കാരണം? 8 കുഞ്ഞുങ്ങളെ കിട്ടി, 7 എണ്ണത്തെ മരണം തട്ടിയെടുത്തു കൊച്ചുമേശയുടെ. 8ാമത്തെ കുഞ്ഞിനെയും മരണം പിടിക്കാൻ വന്നപ്പോൾ ആശ്വസിപ്പിക്കേണ്ടവർ ചുറ്റും നിന്ന് പരിഹസിച്ചു. കൂടുതൽ ഭക്തിക്ക് പോയാൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെയും മടിയിലിട്ടുകൊണ്ട് ദിവസത്തിലിരുന്ന് കരയുമ്പോൾ തൻ്റെ ഭക്തൻ്റെ നാവിൽ ദൈവം കൊടുത്ത കാലം. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ട് കർത്താവൊന്നും ചെയ്യില്ല. നമ്മുടെ 2 സഹോദരിമാരെ ഇപ്പം ഞാൻ കണ്ടിട്ടാണ് വന്നത്. ഒരാളുടെ കാൽ മുറിച്ചിരിക്കുന്നു, ഒരാൾ വീൽ ചെയറിലിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നാം. ദോഷമായി ഒന്നും ചെയ്യില്ല പറയാൻ തൻ്റെ ഇടം ഉണ്ടോ? നമ്മുടെ കർത്താവ് ദോഷമായി ഒന്നും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. എന്ന് ഞാൻ വീട്ടിൽ അവിടെ പോയി പാസ്റ്റർ അവിടെ കയറി ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു 35 വർഷം ഞാൻ രാവിലെ ഓട്ടോ കാണിച്ചില്ലേ,
35 വർഷം മുമ്പ് ഈ പഴയ ഹോളിൽ വന്ന അഭിഷക്തൻ്റെ യാത്രയപ്പം ഞാൻ പ്രസംഗിച്ച 35 വർഷം കഴിഞ്ഞ് മൈക്കും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ പലരും വന്നു, അന്നുള്ള കുറച്ച് പേര് ഇവിടെ ഉള്ളൂ. അതിനേക്കാൾ ശക്തിയോടും കൃപയോടും നിൽക്കുന്നില്ലേ? ഒരു സഹോദരൻ ഉറക്കെ പറഞ്ഞേ, വേദനകളാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. ഒരഭിഷക്തൻ ദൈവനുമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവും കണ്ണും നിറയുന്നെങ്കിൽ ഓർത്തോണം, എപ്പോഴോ ആ ദൈവഭൃത്യൻ ആ വേദനയിൽ ഇറങ്ങി, ആ തീക്കകത്തിറങ്ങി, കൂടെ കർത്താവ് ഇറങ്ങി. കർത്താവ് ചേർത്ത് നിർത്തി തൻ്റെ ദാസനെ ആശ്വസിപ്പിച്ചത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും, നിങ്ങളുടെ ഹൃദയം നിറയും. A sermon born in heart that reach only heart. A sermon born in spirit that reach only spirit. A sermon born in heart that reach only heart. തലച്ചോറിലൂടെ എടുക്കുന്ന പ്രസംഗം തലച്ചോറിനെ സ്പർശിക്കും, ഹൃദയത്തിലൂടെ എടുക്കുന്ന ഹൃദയത്തെ തൊടും, ആത്മാവിൽ ഉടലെടുക്കുന്നത് ആത്മാവിനെ സ്പർശിക്കും. ദൈവത്തിൻ്റെ ദാസ, ദൈവ പൈതലേ, മറ്റു ആർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത വെളിപ്പാട് ദൈവം നിനക്ക് നൽകും. കൈയൊന്നുയർത്തി വായും തുറന്ന് ശക്തിയോടെ സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ അദ്ദേഹമാണ് എല്ലായിടും വരുന്നത്, ജോസഫ് സഹോദരൻ. അത് ചോദിച്ചറിയാം. ഞാൻ പാട്ടുകാരനൊന്നും അല്ല, പക്ഷെ ഒരു അഭിഷേകം വ്യാപരിക്കുമോ എൻ്റെ പാട്ടിൽ, അതെനിക്കറിയാം. അത് ഞാൻ ഈ ചർച്ചിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചില പാട്ട് ദൈവം തരും, അതൊക്കെ ഭയങ്കര ശക്തമായ ദൂതുകളായിരിക്കും. ഒരിക്കൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ വളരെ ഹൃദയഭാരമുള്ളവനായി ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോണം, ഓ വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോണമോ, മുമ്പും പിൻപുമായവേ അൻപോടെന്നെ നടത്തൂ, മുൻപും പിൻപുമായവേ അൻപോടെന്നെ നടത്തൂ. എത്ര വട്ടം ഇത് പാടിയിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ തിരമാലകൾ ആഞ്ഞു അടിക്കും, ഈ കാറ്റാഞ്ഞടിക്കും, ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങും, പക്ഷെ നിന്നെ തൊടാൻ ഇവയ്ക്ക് കഴിയില്ല. അതിൻ്റെ നടുവിലൂടെ ഞാൻ നിന്നെ അക്കരയെത്തിക്കും. കൈകളടിച്ചോ, സ്തോത്രം പറഞ്ഞോ. നിങ്ങളോടുള്ള ദൈവദൂത, ദുഷ്ടപിശാചുയർത്ത തിരമാലകൾക്ക്, കൊടുങ്കാറ്റുകൾക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഇടയിലൂടെ നീ അപ്പുറത്തെത്തും. ശക്തിയോടെ കൈയടിച്ച് വാതുറന്ന് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ബാ ഷമാ റഖുനിയ ഹംദുന. ഈ തിരമാല ഉയർന്നു പൊങ്ങും, ഈ കൊടുങ്കാറ്റ് ആഞ്ഞു വീശും, പക്ഷെ നിന്നെ തൊടുവാൻ കഴിയില്ല. ഇതിനിടയിലൂടെ നിന്നെ അക്കരെ എത്തിക്കും. എതിരദേശത്തേക്ക് കർത്താവ് പോകുമ്പം കർത്താവ് കയറിയ കപ്പലിനും എന്തോ അടിച്ചു, ബോട്ടിനും എന്തോ അടിച്ചു, കാറ്റടിച്ചു. ഞാൻ എഴുതി ഒരിക്കൽ, യേശു കർത്താവ് നിങ്ങളുടെ ബോട്ടിലുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ ബോട്ടിൽ കാറ്റടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. യേശു കർത്താവ് നിങ്ങളുടെ ബോട്ടിൽ ഉള്ളതിനാൽ തന്നെ കാറ്റടിക്കും, പക്ഷേ കാറ്റിന് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഓ ഷമാ റഖോനിയ. യേശുവുള്ള ബോട്ടിലും കാറ്റുണ്ട് കുഞ്ഞെ. കർത്താവുള്ള നിന്റെ പടകിന് നേരെ കാറ്റുണ്ട്, പക്ഷെ ആ കാറ്റിന് നിന്നെ തകർക്കാൻ കഴിയില്ല. നീ അക്കരയെത്തും. ഓ ശക്തിയോടെ. ഓ റിബാരമാസതന. എന്തിനാ വേദന, എന്തിനാ ശോധന? നിന്നെ തകർക്കാനല്ല, പുതിയ ദർശനം നൽകി വഴി നടത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ദൈവപ്രവൃത്തി കാണുമ്പോൾ സ്നേഹിക്കാൻ കഴിയും, കാണാത്തപ്പോൾ സ്നേഹിക്കാൻ കഴിയും. നമ്മൾ ചോദിക്കുന്ന എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നല്ലവനെന്ന് എല്ലാവർക്കും പാടാൻ കഴിയും. പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ്. ഇത് പാടി യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ,
അവൻ്റെ ദയ. കാട്ടി പോകേണ്ടി വന്നാലും എൻ്റെ ദൈവം നല്ലവൻ. ആ കൃപ ഏറ്റെടുത്തോണം. എല്ലാവർക്കും ഒന്നും ഇതൊന്നും മനസ്സിലാകില്ല. വേദനയിലൂടെയും ശോധനയിലൂടെയും എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കുന്ന ദൈവം എന്നത് മനസ്സിലാകും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ്, ആരെങ്കിലും അത് വായിച്ചോ? വേഗത്തിൽ, സമയം പോകുന്നല്ലോ. 20-19 മുതൽ വായിച്ചോ. ആ ആ അടുത്തത് ആ യെസ്. ആ ഇനി 20-ാം വാക്യം വായിച്ചു. 24-ാം വാക്യം വായിച്ചിട്ട് 24-ാം വാക്യം. ആ ആ ആ ആ യെസ്. ആ അടുത്തത് വായിച്ചു. ആ യെസ്. യെസ്. അടുത്തത് ആ അടുത്തത് ആ അടുത്തത് ആ കണ്ടോ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. ആമേൻ. കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എല്ലാവരും നോക്കിയ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ ചെന്നു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അവൻ്റെ കൈയും വിലാപ്പുറവും കാണിച്ചു. അപ്പോൾ അതിലൊക്കെ ഒത്തിരി പഠിക്കേണ്ടതുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ്, അവൻ്റെ കയ്യിൽ അപ്പോഴും ആണിപ്പഴുതുണ്ടായിരുന്നു, വിലാപ്പുറത്തെ പാടപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ആ പാട് കാണും. ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചത് ഇതാന്ന് കാണിക്കാൻ. ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ദൈവങ്ങളെ. അപ്പോൾ യേശു കർത്താവ് അവിടെ ചെന്നപ്പോൾ ആരില്ലായിരുന്നു? തോമസ് ഇല്ലായിരുന്നു. തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യേശു കർത്താവ് ഇവിടെ വന്നിട്ട് പോയി, ഞങ്ങൾ കണ്ടു. തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും അവൻ്റെ ആണിപ്പടിൽ വില്ലിടുകയും ചെയ്യുന്നല്ലാതെ വിശ്വസിക്കില്ലെന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമസുമുള്ള കൂട്ടത്തിൽ കർത്താവ് വന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞ് തോമസിനോട് പറഞ്ഞു, തോമസേ, നിൻ്റെ കൈ ഇങ്ങോട്ടും നീട്ടി എൻ്റെ വിലാപ്പുറത്തെ തൊടുക. ഹോ ഹോ ഹോ. തോമസ് ഞെട്ടിപ്പോയി കാണൂല്ലേ, ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ചോദിക്കും, ആരാടാ ഇത്ര പെട്ടെന്ന് യേശുവിനെ വിവരം അറിയിച്ചതെന്ന്? നോ SMS, നോ ഇമെയിൽ, നോ വാട്സാപ്പ്, നോ ഫോൺ, നോ മൊബൈൽ. ആരറിയിച്ചു? നല്ലപോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് വിവേചിച്ചാൽ, അങ്ങനെ ഒരു കാലത്ത് ദൈവം കൺവെൻഷൻ പ്രസംഗീനായിട്ടല്ല ദൈവം എന്നെ വിളിച്ച പ്രവാചകൻ. ഞാനെങ്ങും പറയാത്തൊരു കാര്യം പറയാം. പക്ഷേ നമ്മൾ ഈ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കഴിയുമ്പോൾ സംഭവം അങ്ങ് മാറും. ഈ സോപ്പിടിയിലൊന്നുമല്ല, വാലിൽ തലയാക്കൊന്നൊന്നുമല്ല. അപ്പം മട്ടം മാറും ആളുകളുടെ. അന്ന് ഞാൻ പറഞ്ഞ കർത്താവ് ഇത് വേണ്ടാന്ന്. സാധാരണ ഒരു കൃപ തിരിച്ചു കൊടുത്താൽ വേറൊന്നും തരത്തില്ല. പക്ഷേ ഇപ്പോഴും പ്രസംഗപീഠത്തിൽ നിന്ന് വിവേചിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആരാ തോമസിനോട്, ആരാ യേശു കർത്താവിനോട് പറഞ്ഞേ? നിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ അറിയുന്നൊരുവനുണ്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിയുന്ന ഒരുവനുണ്ട്. ശക്തിയോട് കർത്താവിന് സ്തോത്രം പറഞ്ഞ്. അബ്രഹാമിൻ്റെ വീട്ടിൽ 3 ദൂതന്മാർ ചെന്നു. ഇറങ്ങാൻ നേരം അവർ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാവും. അത് ദൈവദൂതന്മാരല്ല, സ്വർഗത്തിലെ ദൈവം അവിടെ ചെന്ന് തൃത്വം അല്ലേ. അടുത്ത വർഷം കൊച്ചുണ്ടാകുമെന്ന് പറയാം, അവർക്കെന്നാ ഉണ്ടാവും.
എന്നെ ശ്രദ്ധിക്കൂ. ഇത് കേട്ടപ്പോൾ മറിയ സാറ അകത്ത് നിന്ന് ചിരിച്ചു. കൂടാരത്തിനകത്ത് നിന്ന് ചിരിച്ചു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചിരിച്ചില്ല, ഉള്ളിൽ ചിരിച്ചു. പുറത്തു നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവവേദലേ, രാത്രിയുടെ നിശബ്ദതകളിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ഓടാമാഷ കുനിയാന. ആരും കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, മക്കൾ കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? നീ അടുക്കളയിൽ നിന്ന് കരഞ്ഞതാരും കണ്ടില്ല. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരോട് ഞാൻ പറയാം, നീ കണ്ണുനീർ തുടച്ചതാരും കണ്ടില്ല, പക്ഷെ കാണുന്നൊരു സ്വർഗമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയൊരു കല്യാണം നിങ്ങളൊക്കെ കണ്ടു കാണും. വിതിൻ 4 days 1 lakh 1,00,000 ആളുകൾ യൂട്യൂബിലൂടെ അത് കണ്ടു. അത് കട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവദാസന്മാർക്ക് കണ്ണുനീരില്ലെന്ന, അപ്പന്മാർക്ക് കണ്ണുനീരില്ലെന്ന ആളുകൾ ധരിക്കുന്നത്. അപ്പന്മാർ കരയുന്ന അങ്ങനെ പിള്ളേർ ഒത്തിരി കല്യാണത്തിന് ചോദിക്കും, അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ? അപ്പം കരയുന്നവർ കണ്ടിട്ടില്ല. ഇന്നലെയും കല്യാണം ഉണ്ടായിരുന്നു, മിനിയാന്നും. ഞാൻ പറയും, മക്കളെ, അപ്പം കണ്ണുനീരില്ലാഞ്ഞിട്ടല്ല, അപ്പന് കണ്ണുനീരുണ്ട്. ലോകത്തെ കുടുകൂടെ ചുരിപ്പിച്ച ചാർലി ചാപ്ലിൻ ഒരിക്കലിങ്ങനെ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തിരിക്കും, പെരുമഴയിൽ ഇറങ്ങി ഞാൻ കരയും, എൻ്റെ കരച്ചിലാരും കാണില്ലല്ലോ. കണ്ണുനീരുണ്ട്, ആളുകളെ കാണാൻ നീ തുടച്ചു കളയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ട് പറയാ, ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. നീ ആരും കാണാതെ തുടച്ച കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ശക്തിയോടെ കൈ ഉയർത്തിയ ദൈവത്തിന് സ്വാഗതം. തോമസേ എന്ന് വിളിച്ചപ്പോഴേ അവൻ ഞെട്ടി. ഇങ്ങോട്ട് കൈ നീട്ടി, നിന്റെ കൈ വിലാപ്പുറത്തിടാം. നിന്റെ കൈ നീട്ടി എൻ്റെ ആണിപ്പഴുതിൽ കരമിടാൻ പറഞ്ഞു. ഓ, തോമസ് ഒറ്റ നിലവിളിയാ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. തമ്പുരാൻ പറഞ്ഞു, മോനെ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ കിട്ടുമ്പം ദൈവം നല്ലവനാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും നിന്റെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. എല്ലാവരും ഒന്നുകൂടെ ശക്തിയോട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. വേഗത്തിൽ എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ കടലിൽ വെച്ച് ചോദിച്ചു, വരാനുള്ള നീയാണോ, മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ? 11-ാം അധ്യായം മത്തായി സുവിശേഷം 11:7 മുതൽ വായിച്ചാട്ട് നമുക്ക് നമ്മുടെ സമയം തീരുന്നല്ലോ പെട്ടെന്ന്. 11:7 മുതൽ വായിച്ചാട്ട്. ആ, യെസ്. 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 അടുത്തത്, സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അടുത്തത്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. കൈ ഒന്ന് ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. എന്തോ വാക്കുകളാ പ്രിയപ്പെട്ടവർ. യോഹന്നാന്റെ ശിഷ്യന്മാർ പോയ ശേഷമാണ് പറഞ്ഞത്.
അവർ കേൾക്കാൻ പറഞ്ഞില്ല. ദൈവത്തമ്പുരാൻ്റെ ഉള്ളിരിപ്പൊക്കെ കണ്ടോ? പോയപ്പോൾ നിങ്ങൾ എന്തോ കാണാനാ പോയേ? വാർദ്ധവസ്ത്രം ധരിച്ചവനെയോ കാറ്റിനാലൂടെ ഓടയോ? പ്രവാചകനേക്കാൾ വലിയവൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്ത്രീകൾ ജനിച്ചവർ, ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് പറയാം, നേരത്തെ നിർത്തുന്നുണ്ട്. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. കൈ ഉയർത്തി പറ, അവനേക്കാൾ. ശക്തിയോടെ പറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അത് നമ്മൾ അനങ്ങാത്ത. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം ഹാബേലിനേക്കാൾ വലിയവനാണ് യോഹന്നാൻ. അബ്രഹാമിനേക്കാൾ വലിയവൻ, ഇസഹാക്കിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, യോബിനേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവനാണ് ആര്? പറയാമോ? വിശ്വാസമുണ്ടോ? പൗലോസിനേക്കാൾ ആര് വലിയവനാണ്? പത്രോസിനേക്കാൾ ആര് വലിയവനാ? എബ്രഹാം ലിങ്കനേക്കാൾ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാൾ, മഹാത്മാ ഗാന്ധിയേക്കാൾ, ഹിറ്റ്ലറേക്കാൾ, ചാർലിമേനേക്കാൾ ആര് വലിയവനാണെന്നാ? ത്രികാലജ്ഞനായ തെറ്റുപറ്റാത്ത കർത്താവ് പറഞ്ഞ അവനാ വലിയവനെന്ന്. മനുഷ്യന് അംഗീകരിക്കാൻ കഴിയില്ല, നമുക്കത് മനസ്സിലാകുന്നില്ല. ലോകം കാണുന്ന പോലെയല്ല ദൈവം കാണുന്നത്. തമ്പുരാൻ പറഞ്ഞു വെച്ചു, യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. നമുക്കത് വിശ്വസിക്കാൻ കഴിയാതെ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാനെപ്പോഴും പറയും, ഈ ലോകം കാണുന്നത് സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്നവരെയാ, TV നിറഞ്ഞു നിൽക്കുന്നവരെയാ. അവരെ ആളുകൾക്ക് അറിയാവൂ. ദൈവം കാണുന്നത് ആരാലും അറിയപ്പെടാത്തവരായി, പൈപ്പിലെ പച്ചവെള്ളവും കുടിച്ച്, മുണ്ട് മുറുക്കി ഉടുത്ത്, തുണിസഞ്ചിയിൽ ലഘുലേഖം നിറച്ച് വീടുകൾ കയറിയിറങ്ങി ആത്മാക്കളെ നേടുന്ന അഭിഷക്തന്മാരുണ്ട്. വടക്കേണ്ടിയിലൊക്കെ ആരും അറിയാത്ത ദൈവഭൃത്യന്മാരുണ്ട്. ലോകം കാണുന്ന വി മോനച്ചനെ പോലെയോ സുരേഷ് ബാബുവിനെ പോലെയോ ബാബു ചെറിയാനെ പോലെയോ അങ്ങനെ പ്രസംഗികരെയാ, സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്നവരെയാ. അവരുടെ സ്വർഗം ആദരിക്കുന്നതും അറിയുന്നതും ഇത്തരം അഭിഷക്തം, ആരും അറിയാത്ത അഭിഷക്തന്മാരാണ്. ഞാനുണ്ടാക്കാനുള്ള ദിവസം അവർക്ക് നിക്ഷേപമായിരിക്കുന്നു. നമുക്കറിയില്ല, കർത്താവ് കാണുന്നു. എന്താണ് കർത്താവ് പറഞ്ഞ അർത്ഥം? സ്ത്രീകൾ ജനിച്ചവരിൽ, പറഞ്ഞാട്ട് ദൈവമക്കളെ, യോഹന്നാനേക്കാൾ വലിയവൻ, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ചെന്നു പറ്റാൻ കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവൻ അങ്ങ് ചെന്നു പറ്റുന്നവൻ. ഒന്ന് ശക്തിയോടെ കൈ ഉയർത്തിയാട്ട് സ്തോത്രം പറ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ഇവിടുത്തെ മണ്ണാൻ കട്ടയല്ല വലുത്, അങ്ങ് ചെന്നു പറ്റണം. അതിനാ നമ്മൾ ഇറങ്ങിയത്. കുറെ കാലം കൂടെ യോഹന്നാനെ നീ ജീവിച്ചാലും മരിക്കും, പക്ഷെ ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, ഒരിക്കലും അവയെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. കർത്താവ് പറഞ്ഞത് പ്രാധാന്യം നൽകിയ നിത്യജീവനാ. കയ്യൊന്നുയർത്തി സ്തോത്രം പറഞ്ഞ്. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എന്തിനാ? ഇവിടുത്തെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയാണോ, അതോ നിത്യജീവൻ എത്തണമെന്നുള്ളതിനാണോ? ഒന്ന് ചോദന ചെയ്തേ. പഴയ സഭയല്ലേ, ഇപ്പം ഉപവാസവും പ്രാർത്ഥനയും അവിടുത്തെ കൺവെൻഷനും എല്ലാം പിടിച്ചോ പ്രാപിച്ചോ, ദൃഷ്ടി വെച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടിച്ചു മാറ്റി നിനക്ക് തരാൻ പോവാന്ന്. അയ്യോ, എന്തോ ഒരു സ്തോത്രമല്ലേ, കണ്ട അനക്കമെല്ലാം പോയി. എടാ ഇത്രയൊക്കെ ആയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ കുവൈറ്റിൽ പ്രസംഗിച്ച് വന്നേക്കാം, നിങ്ങൾ ഇതൊക്കെ കണ്ടു നോക്ക്. ഈ വർഷം കണ്ട 5 രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ പോയി. കൃപയാ. എൻ്റെ ശബ്ദം നിലച്ചെന്നും ബി മോനച്ചൻ എന്നയാൾ ഈ ഭൂമി കാണില്ലെന്നൊക്കെ കാർഡിയാക് അറസ്റ്റ് വന്ന് തീർന്നെന്ന് ചിന്തിച്ചതാ. പക്ഷെ ഞാനെപ്പോഴും പറയും, തമ്പുരാൻ്റെ പ്രോഗ്രാം ഡയറിയിൽ ഇന്ന് രാത്രിയിലത്തെ പ്രോഗ്രാമും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്തോ ഈ ആർത്തി, ഇത്രയൊക്കെ കിട്ടി. പണ്ട് പീറ്റർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, മതി മതി ഇത് മതി അത് മതി എന്ന് പരിശോധന. ഉദ്യോഗം കിട്ടി, കാറ് കിട്ടി, വീട് കിട്ടി, മതിയോ ഇത് മതിയോ? ഞാൻ എവിടൊക്കെ എന്ന് പറഞ്ഞ് പെന്തക്കോസുകാരൻ മതിയെന്ന് പറയുന്ന അന്ന് കാകളം തുനിക്കും. സ്വോത്രമൊന്നും കേട്ടില്ല. എന്തോ ഒരാർത്തിയാപ്പാ. പൗലോസ് പറഞ്ഞു, എനിക്ക് വേണ്ടുന്നതല്ല.
സമൃദ്ധിയാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അവിടെ ഒരു പുതപ്പിന് വേണ്ടി കരയാതെ എങ്ങനെ ചെയ്ത് പ്രസംഗിക്കുന്നേ? ഞാൻ അവിടെ വെച്ചിട്ട് പോയ പുതപ്പും ചർമ്മലതും കൊണ്ടുവരാൻ പറഞ്ഞവരാ. ഒരു പുതപ്പിന് കെഞ്ചിയോൻ പറയും, എനിക്കല്ലായി. കർത്താവിനോട് പറഞ്ഞു, മോനെ മതി എന്ന് പറയാനുള്ള കൃപ നീ പ്രാപിച്ചോണം. പക്ഷെ നീ മതി എന്ന് പറഞ്ഞാലും ദൈവം പറയും പോരാ. കർത്താവ് പറഞ്ഞു ഇതും പോരാ, ദാവീദ് പറഞ്ഞു ഇതും പോരാ എന്ന് നിനക്ക് തോന്നി. നിത്യതയാണ് വലുത്, നിത്യതയാണ് വലുത്. അവിടെ എത്തണം കേട്ടോ. ഈ പാട്ടും കയ്യടിയൊക്കെ അവിടെ എത്താനാ. അവിടെ എത്തിയില്ല, ഇതൊന്നും ഒരു ഫലമില്ല. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ആമിൻ ദേശം വിട്ടു പോകുന്നു. എൻ്റെ ദേശം ഈ ഭൂമിയിലല്ല, അന്യനായി ഞാനോ ആമിൻ ദേശം വിട്ടു പോകുന്നു. മേലിലേറോശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരു ഗീത, മേലിലേറോശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരു ഗീത, ശോഭയേറും വാതിലുകൾ എനിക്കായി, ശോഭയേറും വാതിലുകൾ എനിക്കായി എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എൻ്റെ പ്രിയന്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നേരെ സന്ധ്യയാകുമ്പോൾ പിള്ളേരെ പിടിച്ചിരുത്തി പണ്ടപ്പച്ചന്മാരിത് പാടുമായിരുന്നു. നമ്മൾ പാടുന്ന പോലെ ngേ ngേ എന്നല്ല അവർ പാടി. അവരുടെ ജീവിതമായിരുന്നു, അനുഭവമായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് ഇത് പാടിയത്. ഇന്നത്തെ പോലെ 1ഉം 2ഉം പിള്ളേരല്ല, 5, 6, 7, 8 പിള്ളേർ. ഓരോരുത്തർക്കും ഓരോ മുറിയില്ല, ഒറ്റ മുറിയിൽ ലേച്ച കണ്ടോ, വിങ്ങുന്ന കണ്ടോ, ഇരുന്ന് നിരത്തി കിടത്തിയിട്ട് ആദ്യം പിള്ളേരെ വിളിച്ചിരുത്തി പാടും. നമ്മളിത് പഠിച്ച വേഴ്സ് വ്യൂവിൽ നിന്നല്ല, സിയോൻ ഗീതാവലി എന്നല്ല, അപ്പൻ പാടി കേട്ടു, അമ്മ പാടി കേട്ടു. ഈ അനുഭവമൊക്കെ ഇനി മടങ്ങി വരുമോ? ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പം പറഞ്ഞില്ലേ, മണക്കാലയിൽ ഞാൻ പ്രസംഗിച്ചിട്ടിരുന്നപ്പം കോശി സാറിൻ്റെ അരികിൽ വന്ന് കൈ പിടിച്ച് ചോദിച്ചു, മോനച്ചാ ഇനി ഇതൊക്കെ ആര് പ്രസംഗിക്കുമെന്ന്. കുവൈറ്റിൽ പ്രസംഗം കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോൾ
ഒരമ്മാമ്മ ചോദിച്ചു, പാസ്റ്റർ ഇനി ഇതൊക്കെ പ്രസംഗിക്കാൻ ആരുണ്ടത്? മക്കളെ ഇരുത്തി കരഞ്ഞു പാടി, അനുഭവമാണ് പാടി. മക്കൾ ഉറങ്ങിയപ്പോൾ അവരെ ഉറങ്ങാതെ അരികിലിരുന്നു, എന്നിട്ട് കരഞ്ഞു, പാടുകല്ല കരഞ്ഞു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ പാടിയേ, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ബാങ്ക് ബാലൻസ് ഇല്ല, കുടുംബസ്വത്തില്ല, 7-8 പിള്ളേർ, അതിൽ 4 പെൺപിള്ളേര്, പള്ളിക്കാർ മുടക്കി. ആര് സഹായിക്കുന്നറിയില്ല. നീ മാത്രമാണ് സമ്പത്ത്. ആ കണ്ണുനീര് കണ്ട് ദൈവം ഉറവ തുറന്നു. നീയും നിന്റെ തലമുറയും കുടിക്കുന്നത് സകല വാതിലും അടയപ്പെട്ടപ്പം ദൈവം തുറന്ന വാതിലിൽ നിന്നാണ്, ഉറവയെന്ന. നീ അത് മറക്കരുത്, നിന്റെ തലമുറ അത് മറക്കരുത്. അത് മറന്നാൽ ദൈവം നിന്റെ ശത്രുവായി മാറും. ആത്മീയ ഗോളത്തിലെ അഹങ്കാരികൾ പെരുകുന്നു, പണത്തിൻ്റെ കൊഴുപ്പ് കൂടുന്നു. അല്ലെങ്കിൽ കേസും വഴക്കമൊക്കെ ഇത്ര എവിടുന്ന? സ്തോത്രം. ആ കണ്ണുനീരൊക്കെ ദൈവം കണ്ടു. ഇന്നെവിടായി കുടുംബ പ്രാർത്ഥനയുള്ളേ? ഇന്നെവിടാ പ്രഭാത പ്രാർത്ഥനയുള്ളത്? കുഞ്ഞുങ്ങളെവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കാൻ? ഓ, എന്തോ ഒരു തകർച്ചയാണ്. ഞാൻ ഇന്നലെ തോന്നുന്നു എവിടെയോ പ്രസംഗിച്ചും പറഞ്ഞ്, പണ്ടൊരു എഴുത്തുകാരൻ എഴുതി, എന്താണെന്നറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ സൈമൺ സാറിൻ്റെയും കൊച്ചുമേശയുടെയും വീടിൻ്റെ നടുക്ക് താമസിച്ചവനാണ് ഞാൻ. അപ്പുറം ഇപ്പുറം ഡേയാറന്മുള അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ചർച്ച് ഞാൻ സ്ഥാപിച്ചതാണ്. വർഷം 365 ദിവസത്തിൽ 265 ദിവസവും ഞാൻ യാത്രയിലാണ്. കൂടുതൽ ഞാൻ പറയും ഞാൻ കാറിലാണ്, വീട്ടിലിറങ്ങുന്നതിനേക്ക. അതിനിടയിൽ 3 ചർച്ചുകൾ സ്ഥാപിച്ചു. അതിലൊന്നാണ് ഇടയാറന്മുള, മുത്താമ്പാക്കൽ കൊച്ചുവേശയുടെയും സൈമൺ സാറിൻ്റെയും വീട് നടക്കുക. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫിലദൽഫിയ ഹാൾ, ആ സഭ. ഇപ്പം കായംകുളത്ത് ഞാനിരിക്കുന്ന ഫൈത്ത് സെൻറ്റർ, അതും അങ്ങനെ തുടങ്ങി. ഒരു ഓഡിറ്റോറിയം എടുത്ത് ഇതുപോലൊരു സംഭവം എടുത്ത് അവിടെ ഇരുന്ന് ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരുടെ സ്തോത്രം പറഞ്ഞു തുടങ്ങി. ആളുകൾ പറഞ്ഞ്, ഭീമോനച്ചന് ഒരു പണിയില്ല, എന്തോ പറ്റിയെന്നറിയില്ല, ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്ന പുള്ളി ഇപ്പം നാട് തന്നെ പെണ്ണും പിള്ളയും പിള്ളേരും തന്നെ ഇരുന്ന് സ്തോത്രം പറയുക. ഇടയാറന്മുള്ള സഹോദരിയുണ്ട്, ഞാനാ കല്യാണം നടത്തി. ശശി സഹോദരൻ്റെ മരുമകൾ. പക്ഷേ ഞാനും പെണ്ണും പിള്ളയും പിള്ളേരും തന്നെ ഇന്ന് സ്തോത്രം പറയാൻ ഒതിനാൾ ദൈവം അനുവദിച്ചില്ല. ഇതിനേക്കാൾ വലിയൊരു ഓൾ അത് നിറഞ്ഞിട്ടാണ് ഞാനവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ ഓട്ടത്തിനിടെ. മനസ്സിലായോ? അത് ഞാൻ പറയാൻ വന്നത്, ഒരു എഴുത്തുകാരൻ എഴുതി, റാന്നിയിൽ നിന്ന് ചെങ്ങന്നൂരേക്ക് പണ്ട് ഇടവഴിയായിരുന്നു, കുറ്റിക്കാടുകൾ നിറഞ്ഞ മൂർക്കമ്പാമ്പ്. ഇപ്പോഴല്ലേ ഇതൊക്കെ റോഡ് ടാറിഞ്ഞ അല്ലേ? മൂർക്കമ്പാമ്പുകൾ നിറഞ്ഞ കുറ്റിരുട്ടുള്ള, ഇലക്ട്രിസിറ്റി ഒന്നുമില്ലെന്ന്, കൊച്ചു വഴികളിലൂടെ കാളവണ്ടിയിൽ റാന്നിയിൽ നിന്നും കിഴക്കൻ മലകളിൽ നിന്ന് മലഞ്ചരക്ക് സാധനങ്ങൾ, കൃഷി സാധനങ്ങൾ, വാഴക്കൊലയും ചേമ്പും കാച്ചിലുമെല്ലാം കാളവണ്ടിയിൽ കയറ്റി റാന്തൽ വിളക്ക് താഴെയിട്ട് അവർ ഇങ്ങനെ പോകുമായിരുന്നു. കാളയ്ക്ക് വഴി തെറ്റാതെ ഇങ്ങനെ പോകും. ഈ കുറ്റിടത്തൂടെ അവർ പോകുമ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതി, അന്ന് ആ ഇടവഴിയിലൂടെ പോകാൻ ഭയപ്പെടാതിരുന്നതിൻ്റെ കാരണം, ഇടവഴികളുടെ സൈഡുകളിൽ മാപ്പിളമാർ, ക്രിസ്ത്യാനിക്ക് ഇവിടുത്തെ പല മാപ്പിളമാർ കൊച്ചു കുടിലുകളിൽ താമസിച്ചിരുന്നു. കുടിയടപ്പ്. അവരുടെ വീടുകളിൽ നിന്ന് പ്രത്യാശയുടെ ഗാനങ്ങൾ ഉയരുമായിരുന്നു. പേടി കൂടാതെ യാത്ര ചെയ്തത് അവരുടെ വീട്ടിൽ നിന്ന് ഉയരുന്ന പാട്ട. കെട്ടിടമായില്ലേ, AC റൂമായില്ലേ, കാറ് 2-3 വീട്ടിലുണ്ടില്ലേ. പക്ഷെ നിൻ്റെ ആത്മീയം എവിടെ പോയി? ഞാൻ എവിടെ മലയാളി ഉണ്ടോ അവിടെ എല്ലാം പുസ്തകം കൊണ്ടുപോയി.
ഞാൻ കണ്ടൊരു കാഴ്ച, ഇപ്പം പിള്ളേരെല്ലാം അങ്ങ് പോവല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം പോകണം പെട്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നല്ല താഴിട്ട് നമ്മുടെ ഹോളൊക്കെ പൂട്ടാം. നല്ലൊരു ഉണ്ടോ ഇവിടെ? ഉണ്ടോ അച്ഛാ? കാനഡയിലും UK അതൊക്കെ പോകണം. ഈയിടെ ഞാനിവിടത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചി പറയാം, എൻ്റെ കർത്താവ്, എൻ്റെ പാസ്റ്ററെ മുട്ടിമ്മയെന്ന് കരഞ്ഞ് ഓരോന്നിനെ ഓരോ രാജ്യത്ത് വിട്ടു, ഇപ്പോൾ അബദ്ധമായി നീന്തിക്കുക. വിട്ടു, നീ ജാകാൻ നേരം ഒരെണ്ണം നിനക്ക് വെള്ളം തൊട്ട് തരാനുണ്ടോ? ഇതൊന്നും ആരും പ്രസംഗിക്കില്ല. 2, അടുത്ത തലമുറ എവിടെ? പിള്ളേർ ചോദിക്കണം. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പറയാന്നേ. കാനഡയിൽ ജനിച്ച് വളർന്ന അവിടുത്തെ പൗരത്വമുള്ള കുഞ്ഞ് വളരുന്നത് അവിടുത്തെ സ്കൂളിലാണ്. അവനെ തൊടാനൊക്കൂ? നാട്ടിലോട്ട് വരുമോ? അപ്പോൾ ആർത്തി എങ്ങനെ $1 മതി, നിത്യത്തിലെത്തുമോ? പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സ്വോത്രം. തലമുറ അങ്ങ് ചെല്ലുവോ? ഉണ്ടോ? സ്വോത്രവും പോയി, അല്ലെങ്കിൽ എല്ലാം പോയി. മഞ്ഞുള്ള രാജ്യത്തെ കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പം തുള്ളിയാനെ. മഞ്ഞ് വീഴുന്ന ഇവിടെ ആണ്ട് എഴുതി, മഞ്ഞ് വീഴുന്നിടത്ത് കരിയിലും തൂക്കണം. എടാ, നീ ആകാശത്തോടെ ഉയർന്നു, ആത്മീയം പാതാളത്തോടെ ആയില്ലേ? മക്കളെ വിളിച്ച് ചോദിയില്ലേ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? സന്ധ്യാരാധനയുണ്ടോ? പ്രഭാത പ്രാർത്ഥനയുണ്ടോ? മക്കളോട് പറയണം, മക്കളെ എവിടെ പോയാലും കുടുംബമായിരുന്ന് ദൈവത്തെ വിളിക്കണം. നമ്മുടെ നന്മ അതാ. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ അപ്പൻ്റെ പാട്ടാ. സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ലോകമെന്നെ ത്യജിച്ചാലും ക്ഷയിച്ചാലും, ലേശമെന്നിൽ ലേശമില്ലാതീശ്വരൻ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ലേശമില്ലാതീശ്വരനെ ഞാൻ പിന്തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദൈവമക്കളെ, കാണുന്ന താൽക്കാലികം കൊണ്ട് പ്രഭാഷണം നിർത്താൻ പോവാ. കാണാത്തത് നിത്യമാണ്. ദൈവം നമ്മെ വിളിച്ചത് അങ്ങെത്താനാ. അവിടെ ചെല്ലണം. ഈ ഓടുന്നു അധ്വാനിക്കുന്നു അവിടെ ചെല്ലാനാ. എത്ര ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? കരഞ്ഞോണം. നമ്മളിപ്പം കാണുന്നതൊക്കെ എന്താ? പെട്ടെന്ന് ആളുകൾ പോവാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോയിലുള്ളപ്പോഴാണ് നിങ്ങളുടെ അടുത്തുള്ള ഇലന്തൂരെ ഒരു സഹോദരൻ, 50 വയസ്സേ ഉള്ളൂ, പടി കയറി ഇങ്ങോട്ട് പോവാ, തീർന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തുള്ള യാത്ര ഇപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞതിനും പ്രസംഗിച്ച്. ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാ അല്ലേ? ഫോട്ടോകൾ കാണുക, 30കാരിയും 40കാരിയും ഒക്കെ, 32കാരനും സുന്ദരന്മാർ. എന്താ പ്രശ്നമെന്നറിയില്ല. കാർഡിയാക് അറസ്റ്റ് വന്ന് വീഴുക, പോവാ. UK എന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും. കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ചിറ്റാറ് കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയേ, ഈ 2 കാലിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. എന്നൂടെ പറയാം, ഈ 2 കാലേ നിൽക്കുമ്പോൾ. ഇതിൽ നിന്ന് ഈ താഴോട്ട് വീണാൽ സകല അധികാരവും പോയി, സെൻട്രൽ പാസ് സ്ഥാനവും പോയി. ഞാനും IPCയിലെ സെൻട്രൽ പാസ്സാണ്. എല്ലാ സ്ഥാനവും പോയി. നിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റപ്പെടും. പിന്നെ നീ അല്ല വിധി നിർണ്ണയിക്കും നിന്നെക്കുറിച്ച്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉടനെ ചോദിക്കും ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന്. കാശ് കൊടുക്കാൻ ആളുണ്ടോ എന്നാണ് അകത്തോട്ട് കയറ്റൂ. കാലെ നിൽക്കുമ്പോഴേ ഉള്ള അധികാരമല്ല.
മറിഞ്ഞ് വീണാൽ സകലവും തീർന്നു. പിന്നെ ഒരധികാരമില്ല. നിൻ്റെ കൈ മൊബൈൽ കിട്ടില്ല. മിണ്ടാൻ ഡോക്ടർ സമ്മതിക്കില്ല. അവർ പറയും നിന്നെ ICUലോട്ട് തട്ടാൻ. അവിടെ ആരെ അടുപ്പിക്കത്തില്ല. സ്തോത്രം. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. ഞാനൊന്നുകൂടെ വിളിച്ചു പറയാം, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കോ, ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കണ്ടല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്തത് കൊണ്ടാണ്. ഈ രാത്രി പറ, എനിക്ക് നിത്യത്തിലെത്തണം, എനിക്ക് എൻ്റെ യേശുവപ്പച്ചനെ കാണണം, എനിക്ക് അങ്ങ് ചെല്ലണം. ഓരോ ദൈവം എല്ലാം തീരുമാനിക്കും. എനിക്ക് അങ്ങ് ചെല്ലണം. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചത്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും ദിവസം എഴുന്നേറ്റ് തന്നേ. എല്ലാവരും എഴുന്നേറ്റ് തന്നാട്ട്. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഇടറാതെ നിൽക്കുക കൃപയാണ്. പലരും ഇടറുന്നു, പലരും വഴിയിൽ പട്ടുപോയി. അങ്ങെത്തും വരെയും വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കി. ഞാൻ ചില ഗാനമൊക്കെ എഴുതുന്നുള്ള ഒരു പാട്ടാണ്. വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കി ഓടുവാൻ ഏകണം നിൻ കൃപയെന്നതിനെ. എത്ര നാൾ ഞാൻ ഓടണം, എത്ര നാൾ ഞാൻ ഓടണം, എത്ര നാൾ ഞാൻ ഓടണമെൻ പ്രിയൻ നാട്ടിലെത്തുവാൻ. കർത്താവേ, എനിക്ക് അങ്ങ് വരണം. നിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. നിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടണം. ഞാൻ ഓടിയത് അധ്വാനിച്ചും വൃഥാവാകരുത്. കണ്ണടച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചു, സമർപ്പിച്ചോ. വെറുതെ നിൽക്കാതെ കര. എന്നും എൻ്റെ തലമുറ അങ്ങെത്തണം, എൻ്റെ തലമുറ അങ്ങെത്തണം. അപ്പാ, ഞാനവിടെ എത്തണം. കാരണനാഥത്തിൽ ഞാൻ കൈവിടപ്പെടരുത്. എൻ്റെ പ്രാണൻ പോകുവോളം യേശുവിന് വേണ്ടി നിൽക്കണം. എനിക്ക് ആ നിത്യനാട്ടിൽ ശോഭന വീട്ടിൽ ചെല്ലണം. അതിനായി എന്ത് വലിച്ചെറിയാൻ നീ പറഞ്ഞാലും ഞാൻ വലിച്ചെറിയാൻ തയ്യാറാണ്. എന്തേറ്റെടുക്കാൻ പറഞ്ഞാലും തയ്യാറാണ്. കണ്ണടയ്ക്കൂ. സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ പ്രിയൻ്റെ വീട്ടിലെത്തണം. ഓ ഷബാറിയാന, ഞാൻ ഇറങ്ങിയത് ഇവിടെ എന്തെങ്കിലും നേടാനല്ല. ഇതെല്ലാം ഇട്ടിട്ട് പോകണം. ഞാൻ ഇറങ്ങിയത് അങ്ങെത്താനാ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഭൂമിയിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവൻ. കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓട്ടവും അധ്വാനവും വൃഥാവാകരുത്. ഞങ്ങളുടെ ലക്ഷ്യം മണ്ണാകരുത്. കർത്താവേ, ഞങ്ങളുടെ ലക്ഷ്യം വീടുള്ളതാകരുത്. ഞങ്ങളുടെ ലക്ഷ്യം വിണ്ണാകട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം സിയോൻ പുരിയാകട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രാണപ്രിയൻ്റെ വരവായിരിക്കട്ടെ. ഈ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കൃപ അവിടെ മേൽ വ്യാപരിക്കട്ടെ, നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ കൈ അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ താഴ്ത്തിയിടാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വളരെ കരയണം. നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. ഞാൻ കൂടെ പല രാജ്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കാറുണ്ടായിരിക്കും. ഞാൻ പറയാറുണ്ട്, 20 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ നമ്മുടെ ഈ തലമുറ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീയം രക്ഷപ്പെട്ടു. ഒന്നുകൂടെ പറയാം, 10 വർഷം കഴിഞ്ഞ് നിൻ്റെ തലമുറ നീ സേവിക്കുന്ന ദൈവത്തെ സേവിക്കാനുണ്ടെങ്കിൽ നിൻ്റെ കാനഡ രക്ഷപ്പെട്ടു, നിൻ്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു, നിൻ്റെ കുവൈറ്റ് രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നിൻ്റെ കാനഡ വട്ടപൂജ്യവാ, ന്യൂയോർക്ക് വട്ടപൂജ്യവാ. എന്തോ നേടിയിട്ടെന്താ? തലമുറ ആത്മീയരാകണം. നീ എടുത്ത പുസ്തകം നിൻ്റെ സന്താനം എടുക്കണം. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. നമ്മുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചോ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടോ. എവിടെയായിരുന്നാലും ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന് ആ നിയോഗം തരുന്നതുകൊണ്ടാണ്. ഓ ഷാ റേത്തോനിയ ഉടമ റിഗാന. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെല്ലാം കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ സന്താനങ്ങളെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. അവരിപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണെങ്കിലും ദൈവശക്തി അവിടെ മേൽ വ്യാപരിക്കണം. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദുഷ്ടനവരെ തുടരരുതേ, പിശാചവരെ കാണരുതേ. കൃപയുടെ നിറവ് നൽകണമേ, കൃപയുടെ മറവ് നൽകണമേ. ദോഷ്ടൻ്റെ ചെങ്കോ ഹോ ഷ റഖുനിയ
നീതിമാന്റെ അവകാശം ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടൻ തൻ്റെ ചെങ്കോൽ വെക്കാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറ മേൽ ദുഷ്ടപിശാച് വെക്കാൻ നോക്കുന്ന നുകങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തകർക്കപ്പെടട്ടെ. ശംഭനദിയ അവ തകർക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ കരം, നിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ